നികേഷ് കുമാർ. എക്സൈസ് നയ പരിഷ്കരണത്തിന് പണം നൽകണമെന്ന ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖ പുറത്തുവന്ന വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. കുറവിലങ്ങാട് ബാർ ഹോട്ടലിൽ എത്തിയാണ് ക്രൈംബ്രാഞ്ച് അനിമോന്റെ മൊഴിയെടുത്തത്. രാവിലെ 11 മണി മുതൽ തുടങ്ങിയ മൊഴിയെടുപ്പ് 3:30 മണി വരെ തുടർന്നു. പിരിവ് നടക്കാത്തതിനാൽ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വിമർശിച്ചു എന്നും ആ സമ്മർദ്ദത്തിലാണ് ശബ്ദരേഖ ഗ്രൂപ്പിലിട്ടതെന്നും അനിമോൻ മൊഴി നൽകിയതായാണ് വിവരം. പണം പിരിക്കാൻ ആവശ്യപ്പെട്ടത് നയം മാറ്റാനല്ല, പുതിയ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാനാണ് എന്നും അനിമോൻ പറയുന്നു. അതേസമയം ചീഫ് സെക്രട്ടറിയും വിഷയത്തിൽ പ്രതികരണവുമായി എത്തി. ഡ്രൈഡേ ഒഴിവാക്കാൻ മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനമില്ലാത്തതാണെന്ന് ഡോക്ടർ വി വേണു പറഞ്ഞു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് നടപടി ആലോചിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളെ ദുർവ്യാഖ്യാനിച്ചാണ് പ്രചരണം നടക്കുന്നത് എന്നും വേണു കുറ്റപ്പെടുത്തി. സർക്കാർ ബാറിൽ വഴുക്കിയോ? അഡ്വക്കേറ്റ് എം അനിൽകുമാർ CPIM, കോൺഗ്രസ്, ഒപ്പം തന്നെ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശങ്കുട്ടിദാസ് BJP, സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരിക്കുകയാണ് അനിമോൻ എന്താണോ കഴിഞ്ഞ ദിവസം തിരുത്തി പറഞ്ഞത് അത് തന്നെയാണ് ആവർത്തിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ഇന്ന് ചീഫ് സെക്രട്ടറിയും രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. വരുമാന വർധനവൊക്കെ എല്ലാ വകുപ്പുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വകുപ്പുകൾ വിളിച്ചു ചേർത്ത യോഗം മാത്രമാണ് നടന്നത്. എക്സൈസ് പോളിസി ഏതെങ്കിലും തരത്തിൽ മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം വരുത്താനോ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് വിശദീകരണം. ജിൻഡോ. അല്ല ശ്രീ നികേഷ്, ഇതിൽ നമ്മൾ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം കാലങ്ങൾക്ക് മുമ്പ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ, ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണ്ണം കടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ സ്വപ്ന സുരേഷും സരിത്തും അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും ഇതുപോലെ തന്നെ ആദ്യം ശിവശങ്കറിനെ പോലുള്ള ആളുകൾ പറഞ്ഞു ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന്. പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നു അത് അവരുടെ മാത്രം കുറ്റമാണെന്ന്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ശിവശങ്കറിന് അതിൽ പ്രതിയേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സമാനമായ കാര്യം ലൈഫ് മിഷൻ കോഴ കേസിലും സംഭവിച്ചു. അവസാനം ശിവശങ്കരൻ ജയിലിൽ പോകുന്ന ഘട്ടം വരെ അതുവരെ CPM-ന്റെ പ്രതിനിധികളും മന്ത്രിസഭയിലെ മന്ത്രിസഭാ അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ശിവശങ്കറിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന്. അവസാനം 100 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നതിന് ശേഷം പറയുന്നു ശിവശങ്കരൻ തിരസ്കരിക്കപ്പെടേണ്ട ആളാണ്, മോശപ്പെട്ട വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന്റെ തീരുമാനമാണ് നടപ്പാക്കിയതെന്ന്. സമാനമാണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഉദ്യോഗസ്ഥരെ കൊണ്ട് കുറ്റമൊക്കെ ഏറ്റെടുപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട് സ്വയം ഇത് ഏറ്റെടുത്ത് ഇതിൻ്റെ പാപഭാരം ചുമപ്പിച്ചുകൊണ്ട് മന്ത്രിമാർ പതുക്കെ കൈ കഴുകി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഇത്തരം സ്ഥാനങ്ങളിൽ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ടൂറിസം മന്ത്രിയും MB രാജേഷ് എന്ന് പറഞ്ഞ എക്സൈസ് മന്ത്രിയും ഇരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. നമ്മുടെയൊക്കെ ആളുകൾക്ക് കേട്ടാൽ മനസ്സിലാകുന്ന വിധത്തിൽ നമുക്ക് എന്ത് സംശയമാണ് ജിൻഡോ ജോണിനുള്ളത്? ഞാനത് CPM നേതാവിനോട് ചോദിക്കാം. ഇക്കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ ഇവരുടെയൊക്കെ വിശദീകരണം വന്നല്ലോ. ടൂറിസം മന്ത്രിയുടെ വിശദീകരണം വന്നു, ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം വന്നു, MB രാജേഷ് ആദ്യ ദിവസം വിശദീകരണം നൽകി കഴിഞ്ഞിരിക്കുന്നു, അനിമോൻ വിശദീകരണം നൽകി. ഇനി എന്താണ് സംശയം ബാക്കിയുള്ളത്? അല്ല, നികേഷിന് ഒരു സംശയമില്ലേ? എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അവർ നടന്ന വിശദീകരണം മുഴുവൻ കള്ളമായിരുന്നു എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിയിക്കപ്പെട്ടില്ലേ? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മന്ത്രി MB ചർച്ചയും നടന്നിട്ടില്ല എന്ന്. കഴിഞ്ഞ 21-ാം തീയതി നടന്ന ചർച്ച എന്തിന്റെ പേരിലായിരുന്നു? മദ്യനയത്തിൽ റിവ്യൂ നടത്തുന്നതിന് വേണ്ടിയിട്ട് ടൂറിസം ഡയറക്ടറെ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചപ്പോൾ ബാർ ഉടമകളുടെ അസോസിയേഷന്റെ നേതാക്കന്മാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് നടത്തിയ ഒരു മീറ്റിംഗ് നടന്നില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയും പ്രാഥമികമായ ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് മന്ത്രിമാർ പറഞ്ഞത് കള്ളമാണെന്ന് പൊതുസമൂഹത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടിട്ടും താങ്കളെപ്പോലുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് തിരുത്താൻ എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. ശരി, അഡ്വക്കേറ്റ് അനിൽകുമാർ, 21-ാം തീയതി ഒരു ചർച്ച നടന്നിരുന്നു ടൂറിസം സെക്രട്ടറിയുടെ. അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, ആ സൂം മീറ്റിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മദ്യനയം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ഇക്കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംശയത്തിൻ്റെ നിഴലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന കാര്യം. ഒരിക്കലും സംശയത്തിന് നിഴലിലാകാത്ത വിധമുള്ള ഒരു നിലപാടും അതിൻ്റെ ഭാഗമായ റിക്കാർഡും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെന്ത് ആക്ഷേപം ഉന്നയിച്ചാലും ആക്ഷേപങ്ങൾ വസ്തുതാപരവുമല്ല, നിലനിൽക്കുന്നതുമല്ല. 2, അനിമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സന്ദേശം പുറത്തു വന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷിൻ്റെ ഓഫീസ് ബന്ധപ്പെട്ട് കൊടുത്ത പരാതിയിൽ പറയുന്നത് ഇപ്രകാരം ഒരു സന്ദേശം വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. സർക്കാരിനെ താറടിക്കുന്നതിന് വേണ്ടിയാണോ
അതോ ഏതെങ്കിലും തരത്തിൽ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു പിരിവ് നടത്തുന്നതിന് വേണ്ടിയാണോ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പരിശോധിക്കണം തന്നെയാണ് നമ്മളുടെ നിലപാട്. അത് പരിശോധിക്കുകയും കൃത്യമായി ആ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളതാണ് സർക്കാരിന് മുമ്പിലുള്ള വിഷയം. 3, മന്ത്രിമാർ പറഞ്ഞിട്ടുള്ള കാര്യം, സർക്കാർ ഈ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. ഞങ്ങൾക്ക് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം നൽകാത്ത പശ്ചാത്തലത്തിൽ ഞങ്ങൾ സർക്കാർ നിലയ്ക്ക് ഒരു നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഈ സർക്കാർ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എവിടെയെങ്കിലും ഒരു ചർച്ച അല്ലല്ല, അതിന് വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാർ എന്ന് പറഞ്ഞാൽ വകുപ്പ് സെക്രട്ടറി മുതൽ മുകളിലേക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഡയറക്ടറേറ്റ് സംവിധാനം എവിടെ പ്രവർത്തിക്കുന്നു? നമ്മുടെ ഡയറക്ടറേറ്റ് സംവിധാനം മുഴുവൻ സെക്രട്ടേറിയറ്റിന് പുറത്താണ്. സെക്രട്ടേറിയറ്റിൻ്റെ ഘടന എന്ന് പറയുന്നത്, ആ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത്, സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നത് മന്ത്രിസഭ, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി. ഡയറക്ടർമാർ ഒരിക്കലും മന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, റിപ്പോർട്ട് ചെയ്യാറുമില്ല. ഇതെന്താ കാണിക്കുന്നത്? സർക്കാരിൻ്റെ നയം തീരുമാനിക്കുന്നത് വകുപ്പ് സെക്രട്ടറി, അതുപോലെ തന്നെ അതിൻ്റെ മേലെയുള്ള മന്ത്രിസഭ, മന്ത്രി ഉൾപ്പെടുന്ന സംവിധാനമാണ്. അപ്പോൾ സർക്കാർ അത് അന്വേഷിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരംഭിച്ചിട്ടില്ല എന്ന് മന്ത്രിമാർ പറഞ്ഞിടത്ത് മന്ത്രിമാർ നിൽക്കുന്നു. അത് കളവാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. പ്രതിപക്ഷം 2 ആരോപണം ഉന്നയിക്കുന്നത്. 1, മന്ത്രിമാർ കളവ് പറഞ്ഞു. 2, ടൂറിസം വകുപ്പിന് ഇത് ചുമതലപ്പെടുത്തിയത് ശരിയായ കാര്യമാണോ? ഇതാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ ഒന്നാമത്തെ മറുപടി എന്താണ്? ഇക്കാര്യത്തിലെല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തിന് മുൻ അനുഭവങ്ങളുണ്ട്. ഉദാഹരണം, UDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ടൂറിസം വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന അനിൽകുമാറിനെയും ലേബർ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണിനെയും ചുമതലപ്പെടുത്തിക്കൊണ്ട്, അതിൻ്റെ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട് നയതീരുമാനങ്ങൾ ഏൽപ്പിച്ചിരുന്നോ? ഉത്തരവുണ്ട്, നിയമസഭയിൽ മറുപടിയുണ്ട്. ഇവിടെ അതല്ല വിഷയം. ഇവിടെ ചീഫ് സെക്രട്ടറി ഞാൻ പറയട്ടെ അല്ല, ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. താങ്കൾ പറഞ്ഞതിന്റെ അനുബന്ധമായിട്ടുള്ളതാണ്. ചീഫ് സെക്രട്ടറി മാസാദ്യം യോഗം വിളിച്ചു ചേർക്കുന്നു. വരുമാന വർധനവാണ് ചീഫ് സെക്രട്ടറിയുടെ ഉദ്ദേശം. വകുപ്പ് സെക്രട്ടറിമാരോട് അവർക്ക് അവരുടെ വകുപ്പുകളിൽ സാധ്യമായിട്ടുള്ള വരുമാന വർധനവ് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസം സെക്രട്ടറി ഈ പറയുന്ന ബാർ ഉടമകളുടെ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരെ വിളിച്ചു ചേർത്ത് യോഗം ചേർക്കുന്നു. അതിൻ്റെ സൂം മീറ്റിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ശ്രീ അനിൽകുമാർ, മദ്യനയ പരിഷ്കരണം എന്നുള്ളതാണ്. അപ്പോൾ മദ്യനയ പരിഷ്കരണം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഉദ്ദേശം, വകുപ്പ് സെക്രട്ടറിയുടെ ഉദ്ദേശം. അത് സർക്കാരിൻ്റെ ഭാഗമല്ല എന്നാണ് താങ്കൾ തള്ളി പറയുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എങ്ങനെയാണ് സർക്കാർ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് UDFൻ്റെ കാലത്തൊരു ഉദാഹരണം ഞാൻ പറയാം. അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു ഒരു യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ നികുതി വകുപ്പ് സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ ആ യോഗത്തിൽ ടൂറിസം സെക്രട്ടറി ഇല്ല, ബാർ ഉടമകളുടെ സംഘടനാ പ്രതിനിധികളുണ്ട്, എക്സൈസിൻ്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി ഉണ്ട്. ആ യോഗത്തിൽ എന്താണ് തീരുമാനമെടുത്തത്? 5 ലക്ഷം രൂപ വീതം ബാർ ഹോട്ടൽ ഉടമകളിൽ നിന്നും അവരുടെ ലൈസൻസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ മിനിറ്റ്സ് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഇങ്ങനെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ താഴെ ഏതെങ്കിലും ഡയറക്ടർമാരുടെ തലത്തിൽ ഒരു ചർച്ച നടത്തുന്നത് മന്ത്രിമാരുടെ അറിവിലല്ല. അത് ഡയറക്ടർമാർ അവരുടെ തലത്തിൽ ഉണ്ടാക്കുന്ന നിർദ്ദേശങ്ങൾ പിന്നീടാണ് വകുപ്പ് സെക്രട്ടറി വഴി ചീഫ് സെക്രട്ടറിക്കും, ചീഫ് സെക്രട്ടറി വഴിക്കും മന്ത്രിമാർക്കും, മന്ത്രിസഭയിലേക്കും വരുന്നത്. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഈ പ്രോസസ്സിൽ മേൽത്തട്ടിലുള്ള ഞങ്ങളുടെ പക്കൽ ഇതെത്തിയിട്ടില്ല, ഞങ്ങൾ ആരംഭിക്കാതെ തന്നെ ഇപ്രകാരം ഒരു ദുരാരോപണം വന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് UDFൻ്റെ കാരണകാലത്ത് 5 ലക്ഷം രൂപ വീതം അധികം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് പിന്നെ ആ പണം വീട്ടിൽ കൊണ്ടുപോയതാണല്ലോ. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളോട് അതിന്റെ ഉപചോദ്യങ്ങളുമായിട്ട് വരാം. ശ്രീ ശങ്കുട്ടി ദാസ്, ഇതാണ് CPMന്റെ കാര്യത്തിലുള്ള വിശദീകരണം. പക്ഷെ നിങ്ങൾ പറയുന്നത് ഡൽഹി മോഡലിൽ മദ്യനയം പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഇവിടെ സംസ്ഥാന സർക്കാർ പണം വാങ്ങുന്നു എന്നുള്ളതാണ്, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ്. എന്താണ് അക്കാര്യത്തിലൊരു തെളിവുള്ളത് ശ്രീ ശങ്കുട്ടി ദാസ്? ഏത് ഘട്ടത്തിലാണ് നിങ്ങൾക്കൊരു സംശയം തോന്നാനുള്ള ഒരു വിഷയമെങ്കിലും ഇതിന്റെ മുന്നിലുള്ളത്? തീർച്ചയായിട്ടും സംശയം തോന്നാൻ, പൊതുസമൂഹത്തിന് മുഴുവൻ സംശയം തോന്നാൻ ന്യായമായ ഒരു കാരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ഒന്ന്, ബാർ ഹോട്ടൽ മുതലാളിമാരുടെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് തന്നെ അവരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവരുടെ സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം പൂർത്തിയായ ശേഷം അതേ സ്ഥലത്തിരുന്നുകൊണ്ട് അതിന്റെ പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണമാണ് താൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ലീക്ക് ആയിട്ടുണ്ട്. ഇത് പിന്നീട് അദ്ദേഹം തള്ളി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തള്ളി പറയാൻ സാധിക്കില്ല, കാരണം അത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു അഡ്മിഷൻ അല്ല, അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലല്ല. അവിടെ അനിമോൻ എന്ന് പറയുന്ന ആൾ അവിടുത്തെ വിസിൽ ബ്ലോവർ അല്ല. അദ്ദേഹം അറിയാതെ മനഃപൂർവ്വം അല്ലാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പുറത്തു വന്നതാണ്.
അത് ലീക്കാണ്. അതല്ലാണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് മുതലൊരു അഡ്മിഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് പിൻവലിക്കാൻ സാധിക്കില്ല. കള്ളന്റെ കയ്യിൽ നിന്ന് വീണ തെളിവ് കള്ളന് നിഷേധിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇത് വീണ് പോയിട്ടുള്ള തെളിവാണ്. ഇവിടെ പൊതുസമൂഹത്തിന് സ്വാഭാവികമായിട്ട് സംശയമുണ്ട്. കാരണം അദ്ദേഹം ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നത്, ഞാനിവിടെ റിനൈസൻസ് ഹോട്ടലിൽ നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. ഇവിടെ ഇന്ന കാര്യങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ഇത്ര കാര്യങ്ങളിൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും 2 ബാറിന്റെ സമയം നീട്ടുന്ന കാര്യത്തിലും നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കണം. എത്രയാണ് കൊടുക്കേണ്ടത്? ഓരോ ബാറുടമയും 2.5 ലക്ഷം രൂപ വീതം കൊടുക്കണം. അതിന് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമേ നമുക്ക് പൈസ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അടിയന്തരമായി പൈസ തന്നില്ലെങ്കിൽ ഈ കാര്യം നടക്കില്ല. ഇത് പറയുന്നത് ആരാണ്? ഈ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അനുമോനാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ആദ്യത്തെ പരാമർശം തന്നെ അവാസ്തവമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. കാരണം എം പി രാജേഷ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ആലോചന പോലും നടന്നിട്ടില്ല. ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം എഴുതാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ ജാതകം വളരെ നേരത്തെ എഴുതപ്പെട്ടിരുന്നു, ഈ മദ്യനയം എങ്ങനെയായിരിക്കണമെന്ന് വളരെ നേരത്തെ വിഭാവനം ചെയ്തിരുന്നു ഇതിനോടകം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു യോഗം നടന്നിരുന്നു. അതായത് പ്രാരംഭമായിട്ട് ഈ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടു. മാത്രമല്ല, നിയമസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഓൾറെഡി ഈ വിഷയം വന്നിട്ടുണ്ട്. അവിടെ പ്രതിപക്ഷം ആ കാര്യത്തിൽ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ടറുടെ നേതൃത്വത്തിൽ തന്നെ യോഗം ചേർന്നിട്ടുണ്ട്. ഇപ്പൊ മന്ത്രി പറഞ്ഞത് വളരെ വിചിത്രമായിട്ടുള്ള വാദമാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റി സാമാന്യ ധാരണയുള്ള ഏതൊരാളും അത് തള്ളിക്കളയുകയും ചെയ്തു. കാരണം അദ്ദേഹം പറഞ്ഞത് എന്റെ അറിവോട് കൂടിയിട്ടല്ല അങ്ങനെ യോഗം നടന്നിട്ടുള്ളത്. ഡയറക്ടർ തലത്തിൽ പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു കൗതുകമുള്ള വാക്കൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു. കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ ഒരു ഡയറക്ടറേറ്റ് ഉള്ളതായിട്ട്, ഡയറക്ടർക്ക് സ്വയം ഭരണാധികാരമുള്ള അദ്ദേഹത്തിന് കീഴിൽ പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇല്ല. യഥാർത്ഥത്തിൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ അതിന്റെ എക്സിക്യൂട്ടീവ് ഏജൻസികളായിട്ട് സെക്രട്ടറിയും ഡയറക്ടറുമാണ് ഉള്ളത്. ഇവരെല്ലാവരും കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ഡയറക്ഷന് കീഴിൽ മാത്രം പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ്. നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഇവിടെ ശ്രീ ശങ്കുട്ടിദാസ്, നമ്മൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു പോയതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഒന്ന്, കഴിഞ്ഞ മദ്യനയത്തിലാണ് യഥാർത്ഥത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞ ടൂറിസം മേഖലയിൽ, പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലല്ല IT മേഖലയിൽ ബാർ അനുവദിക്കാനുള്ള തീരുമാനം. അത് ശരിയാണ്, നിയമസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് നിൽക്കുന്നത്. അത് അംഗീകരിച്ച കാര്യമാണ്. ഇനി അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിപ്പോൾ വരുന്ന വിഷയം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് പ്രധാനമായും അനിമോൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഡ്രൈ ഡേ നീക്കണം. 2, സമയപരിധി വർദ്ധിപ്പിക്കണമെന്ന്. ഇന്ന് ചീഫ് സെക്രട്ടറി പറയുന്നു അങ്ങനെ ഡ്രൈ ഡേ നീക്കം ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല, സമയം നീട്ടാൻ തീരുമാനിച്ചിട്ടില്ല. പകരം സംസ്ഥാന സർക്കാർ വലിയ നിലയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉള്ള ഒരു സർക്കാരിൻ്റെ കാര്യത്തിൽ എല്ലാ സെക്രട്ടറിമാരെയും മാസാദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർക്കാറുണ്ട്. ഓരോ വകുപ്പുകളിലും വരുമാന വർധനവ് എവിടെയൊക്കെയാണ് സാധ്യമാവുക എന്നത് സംബന്ധിച്ച് അവർ റിപ്പോർട്ട് നൽകുക. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുക. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സെക്രട്ടറി യോഗം വിളിച്ചു ചേർക്കുന്നു. അതിനകത്ത് ഈ ബാർ ഉടമകളുണ്ട്, അതുപോലെ തന്നെ ഹൗസ് ബോട്ട് ഉടമകളുടെ സംഘടനയുണ്ട്. അങ്ങനെ 10-13 സംഘടനകളുണ്ട്. അവരുടെ യോഗം വിളിച്ചു ചേർക്കുന്നു, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നേരത്തെ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാന സർക്കാർ മദ്യനയം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും തുടങ്ങിയിട്ടില്ല. ആ കാര്യത്തിൽ ആദ്യം MP രാജേഷും പിന്നീട് മുഹമ്മദ് റിയാസും പറഞ്ഞതിൽ അവരിപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്തെങ്കിലും മാറ്റം, അവർ പറഞ്ഞതിൽ നിന്ന് തെറ്റായ എന്തെങ്കിലും മാറ്റം ഇപ്പോൾ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ മെയ് 21-ാം തീയതി ടൂറിസം ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സൂം മീറ്റിംഗിന്റെ സബ്ജക്ട് തന്നെ റിവിഷൻ ഓഫ് എക്സൈസ് പോളിസി എന്നുള്ളതായിരുന്നു. മദ്യനയത്തിന്റെ പരിഷ്കരണം എന്നുള്ളതായിരുന്നു ആ വിഷയം. അതുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രമാണ്. ഹൗസ് ബോട്ട് അസോസിയേഷന്റെ സംഘടന എന്ന് പറയുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാത്ത സംഘടനയല്ല, മദ്യനയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടന തന്നെയാണ്. കാരണം ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് ലിക്കർ സെർവ് ചെയ്യുന്ന സ്ഥലമാണ്, ടൂറിസത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. അങ്ങനെ ബന്ധപ്പെട്ട സംഘടനകൾ തന്നെയാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ 13 പേരും ഏതെങ്കിലും നിലയിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഈ പറയുന്ന FKH എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സുനിൽ കുമാറുമായി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ആകെ ചോദ്യം, ക്ലാരിറ്റി വേണ്ട ഒരൊറ്റ ചോദ്യം, നയം രൂപീകരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഡയറക്ടർ മീറ്റിംഗ് വിളിക്കുക? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന നമ്മുടെ ഈ ഭരണ സംവിധാന പ്രകാരം മിനിസ്ട്രിയുടെ പൊളിറ്റിക്കൽ ഹെഡ് എന്ന് പറയുന്നത് മിനിസ്റ്ററാണ്, എക്സിക്യൂട്ടീവ് ഹെഡ് മാത്രമാണ് സെക്രട്ടറി. അതിന് കീഴിൽ വരുന്ന ഒരു വിഭാഗമാണ് ഡയറക്ടർ. മിനിസ്റ്റീരിയൽ തലത്തിൽ നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ നയം നടപ്പാക്കുന്നതുമായി മാത്രമേ എക്സിക്യൂട്ടീവ് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ നയമില്ലാത്ത കാര്യത്തിൽ സ്വന്തം നിലയിൽ പ്രവർത്തിക്കാൻ. താങ്കൾ ഉന്നയിച്ച ചോദ്യം എന്തായിരുന്നു? ആ ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞ ചോദ്യം ഞാൻ മുഴുവനായി കേട്ടില്ല.
അല്ല, ഞാൻ ചോദിക്കുന്നത് മന്ത്രി പറയുന്നത് പോലെ ഈ നയരൂപീകരണം ഇവിടെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ നയവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും നടന്നിട്ടില്ലെങ്കിൽ നയപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ എങ്ങനെയാണ് മീറ്റിംഗ് വിളിക്കുന്നത്? കാരണം നയം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ ആയിട്ട് ഇഷ്യൂ ആണ്. ഒരു സർക്കാരിന്റെ അതൊരു ചോദ്യമാണ്. ദയവായി തുടരുക ശ്രീ ശങ്കുട്ടിദാസ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അങ്ങനെ ഒരു രാഷ്ട്രീയമായ അഴിമതി ഇത്രയും 800 ചില്ലുവാനം ബാറുകളെ മദ്യനയത്തിൻ്റെ പേരിൽ 2.5 ലക്ഷം രൂപ പിരിച്ചു തന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡ്രൈ ഡേ മാറ്റിത്തരാം, അല്ലെങ്കിൽ ഈ പറയുന്ന സമയം നീട്ടിത്തരാം എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഒരു രാഷ്ട്രീയ അഴിമതി കേരളത്തിൽ നടക്കുമോ? അപ്പോൾ ഈ നിങ്ങൾ കെ എം മാണിക്കെതിരായിട്ട് എന്താ ആരോപണം ഉന്നയിച്ചിരുന്നത്? ഇതുതന്നെയാണല്ലോ. ബാർ ഹോട്ടലുകൾ പൂട്ടിയപ്പോൾ അത് തുറന്നു തരുന്നതിന് വേണ്ടി ബാർ ഹോട്ടൽ ഉടമകളുടെ സംഘടന, അല്ലെങ്കിൽ ബാർ ഉടമകളുടെ സംഘടന മാണിക്ക് പൈസ കൊടുത്തെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അന്ന് പൈസ കൊടുത്തതിനെന്തെങ്കിലും തെളിവുണ്ടായിരുന്നു? ആരെങ്കിലും തെളിവ് തന്നോ? അന്വേഷണത്തിന് എന്തെങ്കിലും തെളിവ് പുറത്തേക്ക് വന്നോ? ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പണം എണ്ണുന്ന യന്ത്രം ഉണ്ടായിരുന്നു മുതലായ കഥകൾ ധാരാളം പറഞ്ഞതല്ലാതെ അവിടെ കോഴ കൊടുത്തോയിട്ടോ എന്നുള്ളൊരു തർക്കത്തിലേക്കല്ല ഞാൻ പോകുന്നത്, അതെൻ്റെ പ്രശ്നവുമല്ല. പക്ഷേ യാതൊരു തെളിവുകളും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് എന്തൊരു കോലാഹലമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ അന്ന് സംഭവിച്ചത്. ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ നികേഷേ, നമ്മുടെ ഒരു സർക്കാരിൻ്റെ ഒരു നയം രൂപവൽക്കരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതാരാ തീരുമാനിക്കുന്നത്? സെക്രട്ടറിമാരാണോ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആണോ, അല്ലോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണോ? അതിനൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ്, അതിനൊരു റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിന്മേലാണ് പലപ്പോഴും ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. ചീഫ് സെക്രട്ടറി വളരെ സത്യസന്ധമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പിലെല്ലാം വളരെ വളരെ വ്യക്തമാണ്. മാർച്ച് 1-ാം തീയതി യോഗം ചേരുന്നു. അവിടെ തീർച്ചയായിട്ടും ചർച്ച ഉണ്ടായത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പിൽ ഈ ഡ്രൈ ഡേ നീക്കുന്നതിനെപ്പറ്റി അവിടെ ചർച്ച നടന്നുവെന്ന് പറയുന്നുണ്ട്. ഇല്ലേ നികേഷേ? ഞാനത് വായിച്ചു കേട്ടതേ ഉള്ളൂ, ഞാനത് കണ്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അദ്ദേഹം അവിടെയും ഡ്രൈ ഡേ മാറ്റുന്നതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഡ്രൈ ഡേ മാറ്റുന്നതിൽ പ്രശ്നമൊന്നുമില്ല. സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാമെങ്കിൽ സർക്കാരിനാണൊരു മദ്യനയം തീരുമാനിക്കാനുള്ള എല്ലാ അവകാശങ്ങളും. അതിപ്പോൾ ഡൽഹിയിൽ എന്ത് സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരിന് ഭൂരിപക്ഷമുള്ള സർക്കാരാണ്, ബഹുഭൂരിപക്ഷമുള്ള സർക്കാരാണ്. അവർക്കൊരു നയമെടുക്കാം, അത് നടപ്പാക്കാം. അതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ ആദ്യം പഠിക്കുന്നു, അതിനൊരു റിപ്പോർട്ട് കൊടുക്കുന്നു, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും എന്താണ് പ്രയോജനമാണോ ദോഷകരമാണോ എന്ന് നോക്കുന്നു, നിലവിലുള്ള നയവുമായിട്ട് അത് എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോവുക എന്ന് നോക്കുന്നു. പക്ഷേ നമുക്കുണ്ടാകുന്ന സംശയം അതൊന്നും അല്ല നികേഷേ. അതിന് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞത് ആരോടാ? എക്സൈസ് നയം സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കാൻ ആ യോഗം ചുമതലപ്പെടുത്തിയത് ആരെയാണ്? ടൂറിസം സെക്രട്ടറിയാണ്. ടൂറിസം സെക്രട്ടറിക്ക് എന്താ കാര്യം? അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എക്സൈസ് സെക്രട്ടറിയാണ്. എക്സൈസ് സെക്രട്ടറി അത് തയ്യാറാക്കി വരുമ്പോൾ, അല്ലെ തയ്യാറാക്കുന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അഭിപ്രായം തേടും. ടൂറിസം സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ടൂറിസം ഡയറക്ടറുടെ ഒരു അഭിപ്രായങ്ങൾക്ക് അവിടെ വില കൽപ്പിക്കപ്പെടും. ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ശരിയാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. 1-ാം തീയതി ഒരു ദിവസം മദ്യം നിരോധിച്ചിട്ട് ഇവിടെ മദ്യനിരോധനം നടപ്പാവുമോ? ഇവിടുത്തെ മദ്യത്തിൻ്റെ കൺസംഷൻ കുറയുമോ? അതൊന്നുമില്ല. അതേസമയം ടൂറിസ്റ്റ് മേഖലയിൽ അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ചില കോൺഫറൻസുകൾ മാറിപ്പോകുന്നു. ഇതൊക്കെ പണ്ട് UDFൻ്റെ കാലത്ത് ബാർ ഹോട്ടലുകൾ പൂട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞ വാദങ്ങൾ തന്നെയാണ്. ചില കമ്പനികളുടെ സമ്മേളനങ്ങൾ, അതൊക്കെ ഇവർക്ക് ഒരു വരുമാനമാണ്, രാജ്യത്തിന് സംസ്ഥാനത്തിന് ഒരു വരുമാനമാണ്. അതുകൊണ്ട് 1-ാം തീയതിയിലെ ഈ ഡ്രൈ ഡേ എന്ന് പറയുന്നത് നീക്കുന്നത് കൊണ്ട് ഇവിടുത്തെ മദ്യത്തിൻ്റെ കൺസംഷനിൽ എന്തെങ്കിലും ഏറ്റക്കുറവുകൾ ഉണ്ടാകുമെന്നോ, നമ്മളെല്ലാവരും കൂടെ അറബിക്കടലിൽ വീണു പോകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് നൽകേണ്ടത് എക്സൈസ് വകുപ്പാണല്ലോ. വിശദീകരണം കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല വേണ്ട, ഞാൻ പറയട്ടെ. ഞാൻ ക്ലാരിറ്റിയിലേക്ക് ഞാൻ വരാം. ഞാൻ പറയുന്നത് എക്സൈസ് സെക്രട്ടറിയോടാണ്, അല്ല ടൂറിസം സെക്രട്ടറിയോടാണ് ആവശ്യം. ടൂറിസം സെക്രട്ടറി എന്ത് ചെയ്യുന്നു? അത് ടൂറിസം സെക്രട്ടറിയാണ് ചുമതലപ്പെടുത്തുന്നത് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗം.
സെക്രട്ടറിയാണ് അത് ടൂറിസം ഡയറക്ടറെ ചുമതലപ്പെടുത്തുന്നത്. അദ്ദേഹം അവധിയാണെന്നോ എന്തോ പറഞ്ഞിട്ട് ചെയ്യുന്നു. അദ്ദേഹം വിളിച്ചു ചേർക്കുന്നു. ആ വിളിച്ചു ചേർക്കുന്നതിൽ കൃത്യമായിട്ട് അജണ്ടയിൽ പ്രധാനപ്പെട്ട ഇനമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. അതായത് മദ്യനയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. അത് ചർച്ച ചെയ്യുന്നതിന് തെറ്റില്ല. ആ വിളിച്ചു ചേർക്കുന്നതിന് തെറ്റില്ല. വിളിച്ചു ചേർക്കേണ്ടത് ആരാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇരുട്ടിൽ നിർത്തുകയാണ് വാസ്തവത്തിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ നയം മാറ്റത്തിൽ എന്തെങ്കിലും അപാകമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഇതുവരെ ഗവൺമെൻറ് ചർച്ച തുടങ്ങിയിട്ടേ ഇല്ല എന്ന് പറയുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ ഇന്നത്തെ പത്രക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഗവൺമെൻറ് അത് സംബന്ധിച്ച് ചർച്ച നടത്തി അതിനനുകൂലമായൊരു തീരുമാനം എടുത്തതായിട്ട് അദ്ദേഹവും പറയുന്നില്ല. ഇനി അത് എടുക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചർച്ച തുടങ്ങി. എങ്കിൽ ഈ മന്ത്രിമാർക്ക് ഇത് സർക്കാരിൻ്റെ അധികാരമാണ്. ഇങ്ങനൊരു ചർച്ച ചെയ്യുക, അങ്ങനൊരു തീരുമാനമെടുക്കുക, അത് നടപ്പാക്കുക, അവർക്കതിനുള്ള എല്ലാ അധികാരവും ഉണ്ട്. എന്നിട്ട് എന്തിന് നുണ പറയണം? എന്തിനാണ് നിങ്ങൾ അവാസ്തവമായിട്ട് പറയുന്നത്? ഞങ്ങളെ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല സർക്കാർ? പിന്നെ സെക്രട്ടറി സർക്കാരിൻ്റെ ഭാഗമല്ലേ? അല്ലെന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ഭരണം. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അവരാണ് കാര്യങ്ങൾ നടത്തുന്നത്. രാഷ്ട്രീയമായ തീരുമാനമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയം ആലോചിക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് സെക്രട്ടറിമാരുടെ യോഗം അത് ചർച്ച ചെയ്യുന്നതും അത് പിന്നെ ഡയറക്ടറെ ഇതിന് ചുമതലപ്പെടുത്തുന്നതും ഡയറക്ടറെ ഇവരുമായിട്ട് യോഗം പിടിച്ചു കൊടുക്കുന്നതും. ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ ആലോചിക്കുന്നതേ ഉള്ളൂ, ഞങ്ങൾ അത് തുടങ്ങി വെച്ചു എന്ന സത്യം ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായ ആ സത്യം അന്ന് ഈ മന്ത്രിമാർ, ആദ്യം രാജേഷും പിന്നീട് റിയാസും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഒരു ബലൂൺ കുത്തിപ്പൊട്ടിക്കുന്നത് പോലെ ഈ പ്രശ്നം അങ്ങ് മാറുമായിരുന്നു. ഇവിടെ എന്തോ ഒളിച്ചു വെക്കാനുണ്ടെന്ന് ഈ രണ്ട് മന്ത്രിമാരുടെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കൊണ്ടാണ് ഇവിടെ ഈ 900ഓളം വരുന്ന ബാർ ഹോട്ടലുകൾ 2.5 ലക്ഷം രൂപ വീതം പിരിച്ചു കൊടുത്താൽ അതൊരു വലിയ അഴിമതിയാകുമായിരുന്നു. അത് നടന്നില്ല. അത് പുറത്തേക്ക് വന്നതുകൊണ്ട് മാതൃഭൂമി അത് ഒരു എക്സ്ക്ലൂസീവായിട്ട് ആ സ്റ്റോറി റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് അത് നടന്നില്ല എന്നാണ് ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ. അതുപോലെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇവിടെ ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ചിനെ എന്തോ ഏൽപ്പിച്ചു. അന്വേഷണം നടക്കുന്നത് ഈ പിന്നെ അനിമോൻ്റെ പിന്നെ സംഘടനയുടെ തീരുമാനത്തെക്കുറിച്ചല്ല, അനിമോൻ്റെ ശബ്ദരേഖയെക്കുറിച്ചല്ല. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? അതാണിപ്പോൾ പ്രശ്നം. ഇതെങ്ങനെ പുറത്തു വന്നു? അവിടെ വീണ്ടും സാധാരണ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ സംശയം തോന്നുന്നു. ശരി, അഡ്വക്കേറ്റ് അനിൽകുമാർ. ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞപ്പം ഈ മാതൃഭൂമി ഇങ്ങനെ സഹായം ചെയ്തില്ലായിരുന്നെങ്കിൽ കൊടിയ അഴിമതി നടന്നേനെ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും തെറ്റായ കാര്യം. അതിന് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള കാര്യം, അദ്ദേഹത്തിന് അറിയാവുന്ന UDFൻ്റെ നേതാക്കന്മാരെല്ലാം, പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാം കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആകെ 5 കൊല്ലത്തിനിടയ്ക്ക് 1 ലക്ഷം രൂപയാണ് ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 12 ലക്ഷം രൂപയാണ് ഈ കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പം പാർട്ടിക്കാർക്ക് പൈസ പിരിക്കാനായിരുന്നെങ്കിൽ 12 ലക്ഷം വർദ്ധിപ്പിക്കുമായിരുന്നില്ല എന്ന സാമാന്യ ബുദ്ധി ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി എബ്രഹാം സാറിനുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകളെല്ലാം LDF സർക്കാരിൻ്റെ കാലത്ത് തുറന്നു എന്നുള്ളത് ശരിയാണ്, നിയമാനുസരണം തുറന്നു. ആ തുറന്ന സന്ദർഭത്തിൽ ഉണ്ടാകാത്തൊരു കാര്യം ഇപ്പോൾ ഉണ്ടാകാൻ കാരണം എന്താണ്? ആ സന്ദർഭത്തിൽ 1 വെള്ളി രൂപ മുടക്കാതെയാണ് ഞങ്ങളുടെ ഹോട്ടലുകൾ തുറന്നതെന്ന് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി സാറ് അടൂർ പ്രകാശിനെ വിളിച്ചു ചോദിക്കുക. അദ്ദേഹം UDFൻ്റെ MP അല്ലേ? അദ്ദേഹം ബാർ ഹോട്ടൽ നടത്തുന്നയാളല്ലേ? എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ ബാർ ഹോട്ടൽ നടത്തുന്നു. നിങ്ങൾ അവരോട് ചോദിക്കുക, ഈ സർക്കാരിൻ്റെ കാലത്തൊരു കടിഞ്ചായ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ അവർ വെളിപ്പെടുത്തട്ടെ. അടൂർ പ്രകാശിൻ്റെ ബാറൊന്നും നമ്മൾ പൂട്ടാൻ പോകുന്നില്ലല്ലോ. നിങ്ങൾ പറയട്ടെ, അടൂർ പ്രകാശ് പറയട്ടെ. ഞാൻ ചലഞ്ച് അടൂർ പ്രകാശ്, നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയൂ, ഈ സർക്കാരിൻ്റെ കാലത്ത് UDF സർക്കാരിൻ്റെ കാലത്തെ പോലെ അങ്ങ് നികുതി വകുപ്പ് സെക്രട്ടറിയെ വിളിച്ച് 5 ലക്ഷം രൂപ കൂട്ടാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ആ കാശ് പോക്കറ്റിട്ട് വാങ്ങിച്ച പരിപാടി അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവാണല്ലോ ബിജു രമേശ്. ആ ബിജു രമേശ് പറഞ്ഞ പരിപാടി LDFൻ്റെ കാലത്ത് നടന്നുവെന്ന് അടൂർ പ്രകാശ് തന്നെ വെളിപ്പെടുത്തട്ടെ. ഞങ്ങളുടെ ബോധ്യം അങ്ങനെ പറയില്ല എന്നാണ്, അടൂർ പ്രകാശ് പറയില്ല എന്ന് എൻ്റെ ബോധ്യം. മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇപ്പം തന്നെ കേരള സർക്കാർ ഓൺലൈനാക്കി. എന്തിനാ ഓൺലൈനാക്കുന്നത്? അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമല്ലേ അഡ്വക്കേറ്റ് അനിൽകുമാർ? ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചോദിക്കുന്ന ചോദ്യം, മന്ത്രിമാർക്ക് പറഞ്ഞുകൂടായിരുന്നോ സെക്രട്ടറി തലത്തിൽ ഈ ചർച്ച തുടങ്ങിയിട്ടുണ്ട് എന്ന്? അത് ഒളിച്ചു വെച്ചത് എന്തിനാണ്? അവിടെയാണ് തെറ്റിപ്പോകുന്നത്. മന്ത്രിമാർ ബന്ധപ്പെട്ടുകൊണ്ട്, മന്ത്രിസഭ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച ആരംഭിക്കാനും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല.
പക്ഷെ ഇവിടെ സർക്കാരിൻ്റെ മദ്യനയം തീരുമാനിക്കപ്പെടാൻ കാത്തിരിക്കുമ്പോൾ അവരുടെ ഓഫീസ് റെഡിയായിരിക്കില്ലേ? അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും സെക്രട്ടറി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമാണോ? അത് മറച്ചു വെക്കാനാണോ മന്ത്രിമാർ ഇവിടെ എക്സൈസ് സെക്രട്ടറി അല്ല, എക്സൈസ് കമ്മീഷണർ അല്ല, ഞങ്ങൾ മന്ത്രിമാരുടെ അറിവിൽ ആയിക്കോ. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നികേഷ് തട്ടിവിട്ടു. അങ്ങ് തട്ടിവിട്ട കാര്യം എന്താണ്? ഞാനൊരു തെളിവ് തരാം. എന്താ തെളിവ്? 17/3/15 നിയമസഭയിൽ കൊടുത്ത മറുപടി. അതിലെന്താണ്? മദ്യനയത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് തരാനും നിർദ്ദേശം കൊണ്ടുവരാനും നിർദ്ദേശിച്ചിരിക്കുന്ന ടൂറിസം തൊഴിൽ വകുപ്പുകളെയാണ്. ടൂറിസം തൊഴിൽ വകുപ്പുകളെ UDF. അപ്പോൾ പിന്നെ ടൂറിസം വകുപ്പിനെ ഏതെങ്കിലും ചുമതലപ്പെടുത്താൻ ചീഫ് സെക്രട്ടറി തയ്യാറായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇപ്പം കുറ്റമാകുന്നത്? UDFൻ്റെ കാലത്ത് കുറ്റമല്ല, ഇപ്പം മാത്രം കുറ്റമാകുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിൽ പറയുന്ന കളവല്ലേ? ഞാൻ കറക്റ്റായിട്ട് മറ്റൊരു കാര്യം പറയുകയാണ്. ഇവിടെ കുറ്റപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 21ാമത്തെ യോഗം വലിയ കുഴപ്പമായിപ്പോയി. അതാണല്ലോ എല്ലാവരും പറയുന്നത്. 21ന്റെ യോഗത്തിന് ശേഷം 23-ന് ബാർ ഉടമകളുടെ യോഗം. അന്ന് വൈകുന്നേരം പിറ്റേ ദിവസവും അദ്ദേഹത്തിൻ്റെ അനിമോൻ്റെ പോസ്റ്റ് വരുന്നു. പോസ്റ്റിൽ എന്താ പറയുന്നത്? ഇങ്ങനെ നയമൊക്കെ മാറ്റാൻ പോകുന്നുണ്ട്, പൈസ കൊടുക്കാതെ പരിപാടി നടക്കുമെന്ന് പലരും പറയുന്നുണ്ട്. അത് വിശ്വസിക്കരുത്, നിങ്ങൾ പൈസ കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? 3-1 പേർ പണം കൊടുത്തു കഴിഞ്ഞു. പിന്നെന്താ പറയുന്നത്? ഇടുക്കി ജില്ല ഒരാൾ പൈസ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് ഏത് പിരിവിനെ കുറിച്ചാണ് പറയുന്നത്? 21ന്റെ യോഗം പിരിവായിട്ട് എന്താ ബന്ധം? 21ന്റെ യോഗം പിരിവുമായിട്ട് എന്താ ബന്ധം? ആ പിരിവെന്ന് പറയുന്നത് ഓഫീസിൻ്റെ പിരിവാണെന്നുള്ളത് അവരുടെ നോട്ടീസ് അടക്കം അല്ലെങ്കിൽ അവരുടെ പോസ്റ്റർ അടക്കം ഇപ്പോൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് തിരുവനന്തപുരത്ത് വാങ്ങിക്കുന്ന സ്ഥലം നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ആർക്കും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അവിടെ കെട്ടിടവുമായി ബന്ധപ്പെട്ടൊരു പിരിവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വർത്തമാനം കാണും. അതിൽ പൈസ പിരിച്ചെടുക്കാൻ വേണ്ടി ഇദ്ദേഹം ഈ ന്യായം പറഞ്ഞു. കെട്ടിട പിരിവിന് വേണ്ടി ബാർ ഉടമകളുടെ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് 1 ലക്ഷം രൂപ വീതം പിരിക്കാനാണ്. ഇത് 2.5 ലക്ഷം രൂപയാണ്. നോക്കൂ, നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഓരോ ബാർ ഉടമകളിൽ നിന്നും സംസ്ഥാന നേതൃത്വം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി 3 ലക്ഷം രൂപ വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിരിച്ചു, 2 ലക്ഷം രൂപ വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിരിച്ചു. അങ്ങനെ ഇവർക്ക് ഓരോ ഹെഡിലും ഓരോ കണക്കുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് 1 ലക്ഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 ലക്ഷം, 2 ലക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. ഇതിന് 2.5 ലക്ഷം രൂപയാണ് ഹെഡിൽ. അവിടെയാണ് ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ളത്. അങ്ങനൊരു പണപ്പിരിവ് ഏതെങ്കിലും ബാർ ഹോട്ടൽ സംഘടനയെ ചുമതലപ്പെടുത്തിയിട്ട് ഇടതുപക്ഷം പിരിക്കാറില്ല, ഇടതുപക്ഷം വാങ്ങാറുമില്ല. ഞങ്ങളുടെ രീതി അങ്ങനല്ല. ഞങ്ങളുമൊക്കെ തന്നെ ഈ നാട്ടിൽ പൈസ പിരിവിന് പോകുന്നവരാണ്. ബാർ ഹോട്ടലുകളിലും പൈസ പിരിക്കാൻ പോകാറുണ്ട്. അത് വ്യക്തിപരമായി അവരെ കണ്ട വ്യക്തിയെ കണ്ടിട്ട്, ബിസിനസ് നടത്തുന്ന വ്യക്തിയെ കണ്ടിട്ട് പാർട്ടി ഫണ്ട് വരുമ്പോൾ കാശ് ചോദിക്കാറുണ്ട്, ഇലക്ഷൻ വരുമ്പോൾ പണം ചോദിക്കാറുണ്ട്. ഇതല്ലാണ്ട് ഒരു ജില്ലയിലെ മൊത്തം ആളുകൾ കൂടി അല്ലെങ്കിൽ സംസ്ഥാനത്തെ മൊത്തം ആളുകൾ കൂടി പണം ഏൽപ്പിക്കുന്ന രീതിയൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല. സാർവത്രികമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ CMRL വിവാദം വന്നപ്പോൾ ആദായനികുതി വകുപ്പ് ചെയ്തിട്ടുള്ളത് എന്താണ്? 65 കോടി രൂപ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കാണ് അവർ നൽകിയത് എന്ന് അവരുടെ ചുരുക്കപ്പേര് വെച്ച് ആദായനികുതി വകുപ്പിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡ് അംഗീകരിച്ച് കൊടുത്തിട്ടുള്ള കണക്കിൽ പറയുന്നുണ്ട് ശ്രീ അനിൽകുമാർ. അത് സാർവത്രികമായി ഇന്നാട്ടിൽ നടക്കുന്നതാണ്. അവിടെ അങ്ങേക്ക് തെറ്റി. ആ സാർവത്രികത്തിൽ CPM ഇല്ല. ആ സാർവത്രികത്തിൽ CPM ഇല്ലാത്ത കൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഞങ്ങൾ യുദ്ധത്തിന് പോയത്. ഞാനല്ല എന്ന് പറഞ്ഞാൽ CPM ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? കോടിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ അങ്ങ് ദയവായി കേൾക്കൂ, ഞാനൊന്ന് പറയട്ടെ സാർ. ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെയാണ്. ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ചാഞ്ഞു കൊടുത്ത 1000 കോടി ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ പിരിക്കാമല്ലോ. ഞങ്ങൾ ആ കച്ചവടത്തിലില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ മറ്റേ ഇൻട്രസ്റ്റ് സെറ്റിൽമെൻറ്റ് ബോർഡ് എഴുതി വെക്കുന്ന കടലാസിൻ്റെ മേലെ ഞങ്ങൾ രാഷ്ട്രീയമായി ബാധ്യതപ്പെട്ടവരല്ല. ഞങ്ങളുടെ പാർട്ടി മുഖ്യമന്ത്രിയുടെ പേര് അവിടെ എഴുതി വെച്ചിട്ട് PV അതാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ തലയിലാവില്ല. കാരണം ഞങ്ങൾക്ക് ആ കളരി പോയിട്ട് ശീലമില്ല. ഞങ്ങൾ ആ പരിപാടി നടത്തുന്നയാളല്ല, ആർജവത്തോടെ പറയുന്നത്. അതേസമയം ഞങ്ങൾക്ക് പണം കിട്ടിയെന്ന് പറയുന്നവരുണ്ട്. അത് അവർ അതിന് ഉത്തരം പറഞ്ഞോട്ടെ, ഞങ്ങൾക്കത് ബാധകമല്ല. ഇവിടെ ഞങ്ങൾ പറയുന്ന ചോദ്യം ലോജിക്കലാണ്. ഈ ലോജിക്കലായ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട നികേഷ് നിഷേധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താ ലോജിക്കലായ ചോദ്യം? ബാർ ഹോട്ടലുകാർക്ക് ഞങ്ങൾ തെറ്റായി എന്തെങ്കിലും ചെയ്തു കൊടുത്തോ? നിയമവിരുദ്ധമായി ചെയ്തു കൊടുത്തോ ആനുകൂല്യം? UDFിനേക്കാൾ അവരോട് കർശന നിലപാടല്ല എടുത്തത്. അതിൻ്റെ ഫലമായി ഖജനാവിൽ പണം വരികയാണോ ചെയ്തത്? പാർട്ടി ഖജനാവിലേക്ക് പണം പോവുകയാണോ ചെയ്തത്?
പാർട്ടി ഖജനാവിൽ പണം പിരിക്കാനാണ് 12 ലക്ഷം രൂപ ഈ നികുതി വർധനം ഉണ്ടാകുമായിരുന്നില്ല എന്ന ഒറ്റ കാര്യം മതി. അതാണ് അക്കാര്യത്തിലുള്ള താങ്കളുടെ അടിസ്ഥാനപരമായ വാദം. ദയവായി തുടരുക. ശ്രീ ജിൻഡോ ജോൺ, ഇക്കാര്യത്തിൽ നോക്കൂ, ഇത് പിണറായി വിജയന്റെ മാത്രം സംസ്ഥാനമല്ലല്ലോ, ഇത് നമ്മളെ എല്ലാവരുടെയും സംസ്ഥാനമാണ്. കേരളത്തിലെ പ്രതിപക്ഷവും ക്രിയാത്മകമായി സംസ്ഥാന സർക്കാരിനോട് വികസന പ്രശ്നങ്ങളിൽ സഹകരിക്കുമെന്നുള്ള ഉറപ്പ് നേരത്തെ നൽകിയിട്ടുണ്ടല്ലോ. നമ്മൾ സാമ്പത്തിക പരാധീനത നേടുന്നതാണ്. ഇവിടെ ഡോക്ടർ വി വേണു പറയുന്നത്, ഞാൻ എല്ലാ മാസവും ആദ്യം യോഗം വിളിച്ചു ചേർക്കാറുണ്ട് വകുപ്പ് സെക്രട്ടറിമാരുടെ. അവരുടെ വകുപ്പുകളിൽ വരുമാന വർധനവ് എവിടെയൊക്കെ സാധ്യമാണ് എന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചപ്പോഴാണ് ടൂറിസം ഡയറക്ടർ എന്തിന് എക്സൈസ് പോളിസി പരിഷ്കരിക്കണം എന്നത് സംബന്ധിച്ച ഒരു ഹെഡിങ് ഇട്ട് ഒരു യോഗം വിളിച്ചു, സൂം മീറ്റിംഗ് വിളിച്ചു എന്ന് ചോദ്യമാണെങ്കിൽ, കഴിഞ്ഞ മദ്യനയത്തിൽ സർക്കാർ വരുത്തിയ മാറ്റങ്ങളെല്ലാം വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ടൂറിസം കേന്ദ്രത്തിൽ ബിയർ വൈൻ വിൽക്കാൻ അനുമതി നൽകി. കേരള ടോഡി എന്ന പേരിൽ തെങ്ങുകളിൽ നിന്ന് കള്ളെടുത്ത് 3 സ്റ്റാറിൽ വിൽക്കാമെന്നുള്ള അനുവാദം നൽകി. അങ്ങനെ പിന്നെ മാത്രമല്ല, നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇവിടെ കോൺഫറൻസുകൾ, ദേശീയ തലത്തിലുള്ള കോൺഫറൻസുകളായിക്കോട്ടെ അന്താരാഷ്ട്ര തലത്തിലുള്ള കോൺഫറൻസുകളാകട്ടെ ഒഴിവാക്കപ്പെടുന്നു, പലപ്പോഴും ഇവിടേക്ക് വരാതാകുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ മാത്രമല്ല 12 പ്രവൃത്തി ദിവസങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് ഗുണം എന്ന് ചോദിച്ചാൽ ആർക്കും അങ്ങനെ ഒരു ഗുണം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് തയ്യാറാക്കുന്നു, അത് പൊളിറ്റിക്കലായിട്ടുള്ള കൺസിഡറേഷന് രാഷ്ട്രീയ നേതൃത്വത്തെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെയല്ലേ സാധാരണഗതിയിൽ വേണ്ടത് ജിൻഡോ ജോൺ? അല്ല നികേഷേ, അത് ഓരോരുത്തർക്കും അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ അനിൽകുമാർ ആദ്യം പറഞ്ഞു പോയ ഒരു കാര്യം, കുറേ സമയം മുമ്പായതുകൊണ്ട് പിന്നെ എൻ്റെ ടച്ച് വിട്ടു പോകണ്ട. അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഒരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല എന്നാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഉദ്യോഗസ്ഥരാണ്, അദ്ദേഹം പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഉദ്യോഗസ്ഥരാണ് ചർച്ചയിലേക്ക് കടന്നത്. ആരാണ് ശരിക്കും കേരളത്തിലെ സർക്കാർ? ഞാൻ മനസ്സിലാക്കുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് ലേബൽ ചെയ്യപ്പെടുന്ന, സർക്കാർ ശമ്പളം കൊടുക്കുന്ന, നമ്മുടെ എല്ലാം നികുതി പണത്തിൽ നിന്ന് സർക്കാരിന്റെ ശമ്പളം കൊടുക്കുന്ന, സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥ സർക്കാർ ഉദ്യോഗസ്ഥരല്ല. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ നികേഷേ, ഇടപെടല്ലേ, ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ എന്നേ. ഞാൻ ഒരു വാചകം പറഞ്ഞ് പൂർത്തീകരിച്ചില്ലല്ലോ, അതിനു മുമ്പ് ഇടപെടൽ. ഞാൻ പറയട്ടെ, നയപരമായ തീരുമാനം മറ്റേതെങ്കിലും തീരുമാനമാവട്ടെ. ഞാൻ ചോദിക്കുന്നത്, സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർ മുഴുവൻ അതിന്റെ ഭാഗമായിട്ട് വരും. അതുകൊണ്ടല്ലേ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നല്ലൊരു കാര്യം ചെയ്താൽ, ഒരു കുട്ടിയെ എടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സർക്കാരിന്റെ ഭാഗമായിട്ട്, ആഭ്യന്തര വകുപ്പിന്റെ നേട്ടമായിട്ട് പറയുന്നത്? ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് തീ പിടിച്ചപ്പോൾ 13 ദിവസത്തിന് ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ തീ കടത്തിയപ്പോൾ അത് സർക്കാരിന്റെ നേട്ടമാണെന്ന് ഈ സർക്കാർ അവകാശപ്പെട്ടത്. സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള ആളുകൾ എടുക്കുന്ന തീരുമാനമൊന്നും സർക്കാരിന്റെ നേട്ടമായിട്ട് നേട്ടമായിട്ട് ഇവർ സ്വീകരിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള ഉദ്യോഗസ്ഥരെടുക്കുന്ന തീരുമാനങ്ങൾ, അതിന്റെ മോശം കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ കോട്ടം കൂടി അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ ബാധ്യത, നയപരമായ ബാധ്യത ഈ സർക്കാരിനുണ്ട്. അപ്പോൾ എന്തെങ്കിലും പോക്രിത്തരം ചെയ്തു കഴിയുമ്പോൾ അത് ചോദിക്കുമ്പോൾ അത് സർക്കാരിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മറന്ന് ശരിയല്ല. രണ്ടാമത്തത്, സർക്കാരിന്റെ ഭാഗമല്ലാത്ത ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെങ്കിൽ, സർക്കാരിന്റെ നയപരിപാടിയുടെ ഭാഗമല്ലാത്ത ഒരു പരിപാടിക്കാണ് ഇത്തരം തീരുമാനമെടുത്തെങ്കിൽ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് ഈ ദിവസങ്ങൾക്കുള്ളിൽ? 2, അവരാണ് സർക്കാർ നിലപാടുകൾ നയപരിപാടികൾ തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മന്ത്രിയും ജിൻഡോ ജോൺ ഇടപെടുകയാണ്? നോക്കൂ, അങ്ങനെയല്ല, അവരെ തീരുമാനമെടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡ്രൈ ഡേ കൊണ്ട് നഷ്ടമാകുന്നത് എത്രയാണ്? ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പറയുന്ന സെക്രട്ടറിമാരുടെ യോഗത്തിനകത്ത് 5000 കോടി രൂപയുടെ നഷ്ടം പ്രതിവർഷം യഥാർത്ഥത്തിൽ ഈ ഡ്രൈ ഡേ കൊണ്ടുണ്ടാകുന്നു എന്ന് ഈ പറയുന്ന സെക്രട്ടറി തല ചർച്ചയിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, രാഷ്ട്രീയ നേതൃത്വം തീരുമാനമെടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ഡിജിറ്റ് വേണം. ഈ ഡിജിറ്റ് നൽകുന്നത് സെക്രട്ടറി തലത്തിലുള്ള ചർച്ചയാണ്. പക്ഷേ അതിൽ ഈ ടേൺ ഓവർ ടാക്സ് എത്ര കളക്ട് ചെയ്തു, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് കേരളത്തിൻ്റെ നിയമസഭയെ ചോദിച്ചിട്ട് 1 വർഷമായി. ടേൺ ഓവർ ടാക്സ് പിരിച്ചെടുക്കുന്നതിൻ്റെ കുറഞ്ഞു വരുന്നു, അതിനെക്കുറിച്ചുള്ള ഡാറ്റ കൊടുക്കാൻ പറഞ്ഞിട്ട് കേരളത്തിൻ്റെ എക്സൈസ് മന്ത്രി ഉറപ്പ് കൊടുത്ത 1 വർഷമായിട്ട് ഒരു റിപ്പോർട്ടും ഇല്ലല്ലോ. അതിനെക്കുറിച്ച് എന്താ കണക്ക് പറയാത്തത്? അത് കേരളത്തിലെ സർക്കാരിന് അവകാശപ്പെട്ട നിയമപരമായിട്ട് കിട്ടേണ്ട ഒരു പണമല്ലായിരുന്നു. 5000 രൂപ ഡ്രൈഡേയുമായി ബന്ധപ്പെട്ട് 5000 കോടി രൂപ നഷ്ടമുണ്ടായെന്ന് കണക്കാക്കിയ സർക്കാർ ടേൺ ഓവർ ടാക്സ് പിരിച്ചെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് നേരത്തെ തന്നെ എക്സൈസ് മന്ത്രി നൽകിയിട്ടുള്ള മറുപടി കൂടി കൂട്ടിച്ചേർക്കണമല്ലോ. അതായത് ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബജറ്റിന്റെ സമയത്ത് ബാക്കി എല്ലാ മേഖലകളിലും ആംനസ്റ്റി നൽകിയപ്പോൾ ഈ ബാറുകളുടെ ടേൺ ഓവർ ടാക്സിന്റെ കാര്യത്തിൽ മാത്രം ആംനസ്റ്റി നൽകിയിട്ടില്ല എന്നും, അതുകൊണ്ട് തന്നെ ബാർ ഉടമകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കീറാമുട്ടി പ്രശ്നമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറുകളുടെ മേലെ റെയ്ഡ് വരുന്നു എന്ന് മാത്രമല്ല, അവരുടെ ബാർ ജപ്തി ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയാണ് എന്നാണ് എക്സൈസ് മന്ത്രി അക്കാര്യത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം. പറഞ്ഞതേ ഉള്ളൂ.
നികേഷ്, അത്ര വലിയ പ്രയാസപ്പെട്ടാണ് കേരളത്തിലെ ബാർ മുതലാളിമാർ ബാർ നടത്തുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നത്? ഇത്ര പ്രയാസപ്പെട്ട ഒരു ബിസിനസ്സാണ് ഇതെങ്കിൽ കൃത്യമായിട്ട് ലാഭമുള്ളത് കൊണ്ട്, വലിയ ലാഭമുള്ളത് കൊണ്ട്, അതിനുവേണ്ടി സർക്കാർ ഒത്താശ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് മേഖലയിലെ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം കുറയുന്നു. മറ്റെല്ലാ മേഖലയിലും ഇതിന്റെ ബിസിനസ്സുകാരുടെ എണ്ണം കുറയുന്നു. ഇനി ഒരു ഉദാഹരണം പറയട്ടെ. ഇതേ മുഹമ്മദ് റിയാസിന്റെ ടൂറിസം വകുപ്പിന് കീഴിലല്ലേ 370 ബസ്സുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കാരവൻ ടൂറിസം പദ്ധതി മന്ത്രി ഉദ്ഘാടനം ചെയ്തത്? എത്ര ബസ്സുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് കാരവൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്? അത് എത്ര ബിസിനസ്സുകാർക്കാണ് കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നത്? അതിനെക്കുറിച്ച് പറയണ്ടേ? ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വികസനം, കേരളത്തിന്റെ ടൂറിസം വികസനം എന്ന് പറഞ്ഞാൽ മദ്യശാലകൾ കൂടുതൽ തുടങ്ങുന്നതോ, മദ്യശാലകളുടെ സമയം 11 നിന്ന് 12 മണിയായിട്ട് കൂട്ടിക്കൊടുക്കുന്നതോ, ഡ്രൈ ഡേ 12 ദിവസത്തേക്ക് ഡ്രൈ ഡേ ഒഴിവാക്കി 12 ദിവസം കൂടി തുറക്കാൻ അനുവദിക്കുന്നതോ മാത്രമല്ലെന്നേ. കേരളത്തിന്റെ ഹെറിറ്റേജ്, കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങൾ, കേരളത്തിലെ മറ്റ് നാച്ചുറൽ ബ്യൂട്ടി, ഇതൊക്കെ കാണാൻ വരുന്ന ആളുകൾ മദ്യപാനികൾ മാത്രമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് നല്ല റോഡുണ്ടോ, നല്ല താമസ സൗകര്യം ഉണ്ടോ, നല്ല കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടോ? ടൂറിസം മന്ത്രി അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധ തിരിക്കാതെ മദ്യശാലകൾ കൂടുതൽ തുറക്കാനും അവർക്ക് ഡ്രൈ ഡേ ഒഴിവാക്കി കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്താൻ വകുപ്പിലെ സെക്രട്ടറിമാരെയും മറ്റു ആളുകളെയും ചുമതലപ്പെടുത്തുന്നതിന്റെ ദുരുദ്ദേശമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇനി വ്യക്തമാണ്. ശ്രീ ശങ്കുട്ടിദാസ്, ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ ഈ പറയുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 801 ബാറുകൾ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മദ്യനയത്തിൻ്റെ കാര്യത്തിനകത്ത് വളരെ ലിബറലായിട്ടുള്ള ഒരു പോളിസിയാണ് പിണറായി വിജയൻ സർക്കാർ, 1-2 പിണറായി വിജയൻ സർക്കാർ എടുക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ കണക്കുകൾ കൂടി കേൾക്കുക. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബാറുകൾ വാങ്ങിയിട്ടുള്ള കേസുകൾ പോലും യഥാർത്ഥത്തിൽ 1-2 പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് വരുന്നില്ലത്രേ. കാരണം എന്താണ്? മദ്യവർജനമാണത്രേ LDFിൻ്റെ പോളിസി. ആ മദ്യവർജനം നയമായി അവതരിപ്പിച്ചപ്പോൾ ആളുകൾ മദ്യം ഉപയോഗിക്കുന്നത് കുറയുകയാണ്. എന്ത് കഷ്ടം! അല്ല, അതിന്റെയൊക്കെ യാഥാർത്ഥ്യത്തെ പറ്റി അങ്ങേക്ക് തന്നെ നല്ല ബോധ്യമുണ്ടല്ലോ. നമുക്ക് ഇവിടെ ഇത് തെറ്റായിട്ടുള്ള ചോദ്യങ്ങളും തെറ്റായിട്ടുള്ള ഉത്തരങ്ങളും മന്ത്രി തന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ബേസിക് ഇഷ്യൂ എന്താണ്? കറപ്ഷനാണ്. അതായത് ബാറുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ബാർ മുതലാളികൾ പണം സമാഹരിച്ച് സർക്കാരിന്റെ ചുമതലപ്പെട്ട ആളുകളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ്, ഒരു ശ്രമം ഇവിടെ ഉണ്ടായി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ബാർ അസോസിയേഷന്റെ ഒരു നേതാവിന്റെ ഒരു ശബ്ദരേഖ പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അത് ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നു എന്ന ഗൂഢാലോചനയാണ് അന്വേഷിക്കപ്പെടുന്നത്. ഇവിടെ നോക്കൂ, എന്തുകൊണ്ടാണ് ടൂറിസം വകുപ്പ് ഇതിന്റെ പൈലറ്റായി? അങ്ങനെയാണെങ്കിൽ ശ്രീ ശങ്കുട്ടിദാസ്, ആ വിഷയത്തിൽ നിൽക്കാം. ഒരു പരാതി അക്കാര്യത്തിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് ഒരു കത്തെഴുതുന്നു, ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു കത്തോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിനകം ആർക്കെങ്കിലും തോന്നിയോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ വലിയ വിമർശനവും വലിയ ആക്ഷേപവും ഉന്നയിച്ചില്ല. പക്ഷേ എക്സൈസ് മന്ത്രി MP രാജേഷ് പോലീസ് ചീഫിന് ഒരു കത്തെഴുതി, ഈ എന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ചിലർ പണം വാങ്ങുന്നു എന്ന് ഈ ഓഡിയോ ക്ലിപ്പിലുണ്ടല്ലോ. ആ ഓഡിയോ ക്ലിപ്പിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എക്സൈസ് മന്ത്രി കത്തെഴുതുകയാണ്. അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു. അതേസമയം ഇക്കാര്യത്തിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും കത്തെഴുതിയിട്ടുണ്ടോ? അല്ല, നോക്കൂ, ഞാൻ പറയുന്നത് കഴിഞ്ഞ 5 ദിവസമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാണ്, കേരളത്തിലെ പൊതുസമൂഹം ഈ വിഷയം ചർച്ചയാണ്, പ്രതിപക്ഷ സംഘടനകൾ ഈ വിഷയത്തിൽ പ്രത്യക്ഷ സമരം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊരു സുവമോട്ടോ അതൊരു വലിയ വിഷയമാണെന്ന് തോന്നിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെ യഥാർത്ഥത്തിലുള്ള ചോദ്യം എന്താണ് അപ്പോൾ ഉന്നയിക്കുന്നത്? ഈ ബാർ നയം പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ഡ്രൈ ഡേ എന്നത് ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സമയം കൂട്ടാൻ വേണ്ടി തന്നെ 20 കോടി രൂപ സമാഹരിച്ച് നൽകാൻ ഈ ബാർ അസോസിയേഷനുകൾ തയ്യാറാണെങ്കിൽ, കഴിഞ്ഞ 2 പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്ത് 29 ബാറുകളിൽ നിന്ന് 802 ബാറുകളായിട്ട് ബാറുകളുടെ എണ്ണം വർദ്ധിച്ചതിന് എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ മാത്രമേ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിനു മുൻപേ ഒന്നും യാതൊരു അഴിമതി ഉണ്ടായിട്ടില്ല നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ലല്ലോ. 2014 മാത്രമാണ് ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാവുന്നത്. അപ്പോഴാണ് അന്വേഷണം ഉണ്ടാവുന്നത്. അതിന്റെ അർത്ഥം 2011 2012 2013 ഒന്നും സംഭവിച്ചില്ല എന്നല്ല. ഈ ആരോപണം യഥാർത്ഥം അങ്ങനെയാണ് താങ്കൾ ശ്രീ ശങ്കുട്ടിദാസ് വിലയിരുത്തുന്നത്. അതായത് ക്വിഡ് പ്രോക്കോ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളത് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യമാണ്.
അല്ല, അത് അങ്ങയുടെ പൊളിറ്റിക്കൽ അക്യൂസേഷൻ ആണ്. ഞാൻ ഇതിൽ പറയുന്ന ഒരൊറ്റ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അങ്ങ് അത് കേൾക്കൂ. അതായത് എന്തുകൊണ്ട് ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ബാർ നയവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു? കാരണം ബാർ നയം രൂപീകരിക്കുമ്പോൾ എല്ലാ മന്ത്രാലയങ്ങളിൽ നിന്നും അഭിപ്രായം ആരായും, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അഭിപ്രായം ആരായും. ഏത് മന്ത്രാലയമാണ് ബാർ നയം തിരുത്തണമെന്നും ലിബറൽ ആക്കണമെന്നും പറയാൻ സാധ്യതയുള്ള ഒരേ ഒരു മന്ത്രാലയം അത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. കാരണം ടൂറിസം വകുപ്പിനാണ് എത്രയോ കാലമായിട്ട് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് കേരളത്തിലെ ബാർ പോളിസി ലിബറൽ ആക്കണമെന്നുള്ള ഡിമാൻഡ് ഉള്ളത്. അപ്പം മദ്യനയം പരിഷ്കരിക്കണമെന്ന് നേരത്തെ കൂട്ടി തീരുമാനിച്ചത് കൊണ്ടാണ് അതിന്റെ പൈലറ്റ് ഏജൻസി ആയിട്ട് ടൂറിസം വകുപ്പിനെ തീരുമാനിച്ചത്. കാരണം ടൂറിസം വകുപ്പിന് മാത്രമേ ന്യായമായിട്ടും ബാർ നയം പരിഷ്കരിക്കണമെന്നും അതിനുള്ള ആവശ്യങ്ങൾ നിരത്താനും സാധിക്കുള്ളൂ. അതിന്റെ നടപടിയാണ് പിന്നീട് അങ്ങോട്ട് മെയ് 21 മുതൽ ടൂറിസം വകുപ്പിന്റെ കീഴിൽ നടന്നത്. അതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ വിളിച്ചു വരുത്തി ഒരു പോയിന്റുകൾ സമാഹരിക്കുകയാണ്. എന്തുകൊണ്ട് ഡ്രൈ ഡേ ഒഴിവാക്കാം, എന്തുകൊണ്ട് സമയം കൂട്ടാം എന്നതുമായി ബന്ധപ്പെട്ട് ഇത് ബാർ നയം പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ കളക്ട് ചെയ്യാണ് ടൂറിസം വകുപ്പ് ചെയ്യുന്നത്. ഇവിടെ ടൂറിസം വകുപ്പ് ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. ഇപ്പൊ ആഭ്യന്തര വകുപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് മദ്യനയം കൂടുതൽ കർശനമാക്കണം എന്നാണ് പറയാ. അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മദ്യനയം കൂടുതൽ കർശനമാക്കണം എന്നാണ് പറയുക. ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു വകുപ്പ് മദ്യനയം ലിബറൽ ആക്കണമെന്ന് പറയുമെങ്കിൽ അത് ടൂറിസം വകുപ്പ് ആണെന്നത് കൊണ്ടാണ് ടൂറിസം വകുപ്പിന് ഈ മദ്യനയം രൂപീകരിക്കുന്നതിന്റെ നേതൃത്വം തന്നെ വന്നത്. അത് സൂചിപ്പിക്കുന്നത് മദ്യനയം പരിഷ്കരിക്കണം എന്നൊരു തീരുമാനം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് നടപ്പാക്കാനുള്ള ഒരു പ്രൊസീജിയറാണ്, അത് നടപ്പാക്കാനുള്ള ഒരു നടപ്പ് രീതിയാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ദയവായി തുടരുക. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, 10-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. നോക്കൂ, പിണറായി വിജയൻ 2ാം സർക്കാർ 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ നേരത്തെ മാസപ്പടി ആരോപണങ്ങളൊക്കെ ഉള്ളത്. മാസപ്പടി ഏതായാലും വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ഇനി അപ്പീൽ പോകുമെന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയതായി കാണുന്നില്ല. അപ്പോൾ ഒരു നിയമസഭാ സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരു വെടിക്കെട്ടായിട്ട് ഇതിനെ കാണേണ്ടതുണ്ടോ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം? നികേഷ, മാസപ്പടി കേസ് തീർന്നിട്ടില്ല. അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. കുഴൽനാടൻ മുന്നോട്ട് വെച്ച ചില, അതായത് മാസപ്പടിയും അല്ലെങ്കിൽ കരിമണൽ അവിടെ ആലപ്പുഴ തീരത്ത് കരിമണൽ എടുക്കുന്നതും സംബന്ധിച്ച് ഈ അഴിമതിയുടെ കാരണം അതാണെന്ന് പറഞ്ഞുകൊണ്ട് കുഴൽനാടൻ കൊടുത്ത കേസാണ്. മറ്റേത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നുണ്ട്. അത് തീർന്നിട്ടൊന്നുമില്ല. അങ്ങനെ ആരും സന്തോഷിക്കുക ഒന്നും വേണ്ട. ഇവിടെ ഞാൻ ഇത് മാതൃഭൂമിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഒരല്പം പരിഹാസ രൂപേണ ശ്രീ അനിൽകുമാർ CPM-ൻ്റെ പ്രതിനിധി അതിനെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. മാതൃഭൂമി ഇത് റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് സർ ഈ വിഷയം ആളുകൾ അറിഞ്ഞതും ഈ ഡ്രൈ ഡേ തീരുമാനിക്കാനുള്ള, ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നതായിട്ട് മന്ത്രിമാരുടെയും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെയും ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതും യാതൊരു സംശയവും വേണ്ട. മാതൃഭൂമിയിൽ ഈ റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മാതൃഭൂമിയുടെ ഏതെങ്കിലും ഒരു മാധ്യമം, ഇനി റിപ്പോർട്ടർ ആയിക്കോട്ടെ, റിപ്പോർട്ടർ ചാനൽ അത് കിട്ടിയാൽ ചെയ്യുമായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ, ചെയ്തിരുന്നെങ്കിൽ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടക്കാതെ പോകുന്നത്. ഇത് ജനങ്ങൾ അറിഞ്ഞു. ഇതിനെ പിന്നെ ഒരു വലിയ കൊള്ള, ചെറിയ കൊള്ളയൊന്നുമല്ല. ഇവിടെ ശ്രീ അനിൽകുമാർ ചോദിച്ചു ഈ സർക്കാർ വന്നതിന് ശേഷം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തുവെന്ന്. UDF സർക്കാർ 1 ലക്ഷമായിരുന്നു 5 ലക്ഷമാക്കി, 5 ഇരട്ടിയാക്കി. ഇവർ 5 ലക്ഷമായിരുന്നത് 2 ഇരട്ടിയാക്കി. അത് വളരെ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഈ ഗവൺമെൻറ് ബാർ ഉടമകൾക്ക് അനുകൂലമായി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF അധികാരത്തിലിരുന്നപ്പോൾ ലൈസൻസുകൾ റദ്ദാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ബാറുകളുടെ ഏതാണ്ട് ഇരട്ടിയോളം ബാറുകൾ ഇവിടെ കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. 2016 തിരഞ്ഞെടുപ്പിൽ സിനിമാ താരങ്ങളായ നമ്മുടെ KPFC ലളിതയുടെയും ഇന്നസെൻ്റ് ഏട്ടൻ്റെയും ഒക്കെ അവരെ മോഡലുകളാക്കിക്കൊണ്ട് നടത്തിയ പരസ്യത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുകയാണോ ചെയ്തത്? അതുതന്നെയാണ് മദ്യമേഖലയിൽ ഈ സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇത് മീറ്റിങ്ങുകൾ നഷ്ടപ്പെടുന്നു, ഡ്രൈ ഡേയുടെ പ്രയോജനം അതുണ്ടോ ഇല്ലയോ, അതൊക്കെ ശരിയാ. പക്ഷേ അപ്പോഴും സർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അല്ല സർ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് സർ ടൂറിസം കൊടുക്കുക? ടൂറിസത്തിൻ്റെ അഭിപ്രായം ഉണ്ടാവണം. അത് ടൂറിസം മാത്രമല്ലല്ലോ, മറ്റു വകുപ്പുകളില്ലേ, വ്യവസായ വകുപ്പില്ലേ, മൊളാസസ് പോലെയുള്ള സാധനങ്ങൾ ഡിസ്റ്റിലറികൾക്ക് സപ്ലൈ ചെയ്യുന്നതിൻ്റെയും മറ്റും ഉത്തരവാദിത്തം ഇപ്പോഴും വ്യവസായ വകുപ്പിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോഗ്യ വകുപ്പിനില്ലേ, മരുന്നിൻ്റെ ഉൽപ്പാദനത്തിന് നമ്മൾ സ്പിരിറ്റ് കൊടുക്കുന്നില്ല. അങ്ങനെ പല പല വകുപ്പുകൾ ഈ മദ്യവുമായി ബന്ധപ്പെട്ട്
മദ്യ വ്യവസായവുമായി ബന്ധപ്പെട്ടുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക. പക്ഷേ ഇവിടെ സംഭവിച്ച ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിന്മേലൊരു റിപ്പോർട്ട് കൊടുക്കാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ എക്സൈസിന് ഒരു സെക്രട്ടറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരൊക്കെ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി? ഈ മന്ത്രി അറിയുന്നില്ല ഇതൊന്നും. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ളൊരു നയരൂപവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ ടൂറിസം ഡയറക്ടർ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം യോഗം വിളിച്ചു കൂട്ടുന്നതും ചർച്ച ചെയ്യുന്നതും ഇദ്ദേഹം അറിഞ്ഞില്ലേ? ആ ഞെട്ടലിൽ നിന്നാണ് അദ്ദേഹം പോലീസ് DGPക്ക് കത്തയക്കുന്നത്. അവിടെ ബന്ധമാകും ഗൂഢാലോചനയാണ് അന്വേഷിക്കുന്നത്. ശ്രീ അനിൽകുമാർ പറയുന്നത് കേട്ടാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPM, മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കുഴപ്പക്കാരാണ്. CPM ഈ അബ്കാരികളുടെ യാതൊരു പണവും പറ്റുന്നില്ല എന്നാണ് തോന്നുക. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ഏറ്റവും വലിയ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കേരളത്തിലെ ബാർ ഉടമകളും അബ്കാരികളുമാണ്, ഡിസ്റ്റിലറി ഉടമകളുമാണ്. ഞാൻ മാതൃഭൂമിയിലെ ജോലി ചെയ്യുമ്പോൾ ഒരു വാർത്തയ്ക്ക് വേണ്ടി, അതൊരു പരമ്പരയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഞാനിപ്പോൾ കൃത്യമായിട്ട് ആ വിഷയം ഓർക്കുന്നില്ല. ഞാൻ ധാരാളം ബാർ ഉടമകളുമായും അല്ലെങ്കിൽ അസോസിയേഷൻ്റെ പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ അവരെല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്. UDF ആണ് ഭരിക്കുന്നതെങ്കിൽ സംഭാവനയുടെ 60% UDF-ന്, LDF-ന് 40%. അന്ന് BJPക്ക് ഇത്രയും ശക്തിയില്ല ഞാൻ ഈ അന്വേഷണം നടത്തുന്ന കാലത്ത്. ഇപ്പോൾ BJPക്ക് ഉണ്ടാവും. അപ്പോൾ പെർസെൻറ്റേജിൽ മറിച്ചാണ്. ഇനി LDF ആണെങ്കിൽ അവർക്ക് 60, UDF-ന് 40. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പണം വാങ്ങിയിട്ടില്ലേ ഇവിടെ LDF-ഉം UDF-ഉം BJPയും? ഈ അബ്കാരികളുടെ കയ്യിൽ നിന്ന് പിരിവ് നടന്നിട്ടില്ലേ? ബാർ ഉടമകൾ പൈസ കൊടുത്തിട്ടില്ലേ? വാങ്ങിയിട്ടില്ലേ? ശ്രീ അനിൽകുമാർ അഭിമാനത്തോടെ പറഞ്ഞു 2016 ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ പഴയ റദ്ദാക്കപ്പെട്ട ലൈസൻസുകളെല്ലാം പുനഃസ്ഥാപിച്ചു കൊടുത്തപ്പോൾ ഒരു പൈസയും വാങ്ങിച്ചോന്ന്. അതിന് മുമ്പ് തന്നെ പൈസ വാങ്ങിച്ചിരുന്നു LDF. ഏത് മുന്നണി, ഏത് രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നിന്നുള്ളത്? ആരാണ് അബ്കാരികളുടെയും അല്ലെങ്കിൽ ബാർ ഉടമകളുടെയും, കള്ളുഷാപ്പുകാരുടെയും ഇപ്പോൾ വലിയ വരുമാനം ഉണ്ടാവില്ല, ഡിസ്റ്റിലറികളുടെയും പൈസ വാങ്ങാത്ത ആരാണുള്ളത്? ഇവരെല്ലാവരുടെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും. അന്ന് എന്നോട് അവർ പറഞ്ഞത് 2 തവണയാണ് കൃത്യമായിട്ട് ഇത് കൊടുക്കുക. തെരഞ്ഞെടുപ്പൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന 5 വർഷത്തിലൊരു, ഓണത്തിനും മറ്റൊരു പ്രത്യേക ദിവസവും. അതായിരുന്നു അവർ. ഇത് എല്ലാവരും അംഗീകരിച്ച ഒരു രീതിയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇവിടെ നെഞ്ചു പിരിച്ചു പറയാൻ പറ്റുമോ? ഇവിടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു പാർട്ടി ഇവരുടെ പണം വാങ്ങാത്തത്? ഇന്നിപ്പോൾ അനിമോനൊക്കെ മാറ്റി പറഞ്ഞു. എന്തുകൊണ്ടാണ് അനിമോനൊക്കെ മാറ്റി പറഞ്ഞത്? ഇന്ന് കേരളത്തിലെ ബാർ ഉടമകൾക്ക് അവരുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും അല്ലെങ്കിൽ സർക്കാരിനേക്കാളും പേടി അവരുടെ സംഘടനയാണ്. അവരാണ് സംഘടനയുടെ നേതൃത്വത്തെ എതിർക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നത്. 11 മണിക്ക് ശേഷം ആരെങ്കിലും കച്ചവടം നടത്തി, ഇവിടെ എല്ലാ ബാറുകളിലും 11 മണിക്ക് ശേഷമൊക്കെ മദ്യം കിട്ടും സാർ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇത് തീരുമാനിച്ചിരുന്നതാണ് ഡ്രൈ ഡേ നിർത്തുന്നതിന്. ഡ്രൈ ഡേ നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പാണ്. എന്തോ ഈ ഡ്രൈ ഡേയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ആളുകൾക്ക് ശമ്പളം കിട്ടും. അന്ന് മദ്യം അവൈലബിൾ ആണെങ്കിൽ എല്ലാവരും പോയി മദ്യപിച്ച് പൈസ നഷ്ടപ്പെടുത്തും. ഞാൻ ഡൽഹിയിൽ പ്രവർത്തിക്കുന്നിടത്ത് അവിടെ 1-ാം തീയതി 7-ാം തീയതിയും ഡ്രൈ ഡേ ആയിരുന്നു. അതായത് A ക്ലാസ് ജീവനക്കാരല്ലാത്തവർക്ക്, Aയും Bയും അല്ലാത്തവർക്ക് CD ഒക്കെ കിട്ടുന്ന 7-ാം തീയതിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ഇപ്പോൾ ഡ്രൈ ഡേ ഇല്ലെന്നാണ്. ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. കേരളത്തിലല്ലാതെ മറ്റെവിടെയും ഇപ്പോൾ ഡ്രൈ ഡേ ഉള്ളതായി അറിയില്ല. 11 മണി എന്നുള്ളത് 12 വ്യക്തമാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇക്കാര്യത്തിൽ അനിമോൻ ആദ്യം പറഞ്ഞ കാര്യത്തിന്റെ ഉള്ളടക്കം അന്വേഷിക്കാൻ ഒരു പരാതി കിട്ടിയാൽ സർക്കാർ തയ്യാറാകുമോ? സർക്കാർ മുമ്പേ തയ്യാറായിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി സാറ് പറഞ്ഞപ്പം കുഴൽനടൻ്റെ കേസ് തോറ്റുപോയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ആരാണ്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഉമ്മൻചാണ്ടിയുടെ ആ കാര്യമൊന്ന് പുതുപ്പള്ളി പോയി ചോദിക്കാൻ അവരെ ഒന്ന് അറിയിക്കണം. പിന്നെ ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യം കൂടെ ചോദിക്കാൻ പറയുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് സണ്ണിക്കുട്ടി സാറിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ LDF സർക്കാരിനെ അടിക്കാൻ കിട്ടിയ കുഴൽനാടൻ്റെ വടി എന്ന് പറയുന്നത് ഒടിഞ്ഞ വടിയാണെന്ന് മാത്രമല്ല, അതുകൊണ്ട് അടിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, സർക്കാർ വിശുദ്ധമാണെന്ന് തെളിഞ്ഞ കേസാണത്. നമുക്ക് വേറൊരു രീതിയിൽ ചർച്ച ചെയ്യാം. രണ്ടാമത് അങ്ങ് പറഞ്ഞു വളരെ കുറ്റം ചെയ്തിരിക്കുന്നു ഈ സർക്കാർ. ഞാനതുകൊണ്ടാണ് അങ്ങയോട് ശ്രദ്ധപ്പെടുത്തിയത്.
കേരളത്തിൽ ഇതിനു മുമ്പ് തന്നെ ടൂറിസം വകുപ്പ് മദ്യനയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ രൂപീകരണം നടത്തിയ അനുഭവങ്ങളുണ്ട്. ഇതുപോലെ ബാർ ഹോട്ടലുകൾക്ക് പ്രതിസന്ധി വരുമ്പോൾ തൊഴിൽ മേഖല അവരുടെ അഭിപ്രായ സമാഹരണം നടത്തിയ അനുഭവമുണ്ട്. അത് UDFൻ്റെ കാലത്ത് നടക്കുമ്പോൾ അതെല്ലാം വിശുദ്ധമാണ്. LDFൻ്റെ കാലത്ത് അതേപോലെ തന്നെ വകുപ്പുകൾ അവരുടെ അഭിപ്രായങ്ങൾ സമാഹരിക്കുന്നതെല്ലാം വേറെ കാര്യത്തിനാണ് എന്ന ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി അബ്രഹാമിൻ്റെ നിലപാട് എത്രത്തോളം വിശ്വസ്തതയുണ്ട് എന്ന് അദ്ദേഹം വിശ്വസ്തത പുലർത്തുന്നവർക്ക് കൊള്ളാമായിരിക്കും. പക്ഷേ സമൂഹത്തോട് വിശ്വസ്തതയുണ്ടെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട ശങ്കുട്ടിദാസ് പറഞ്ഞപ്പം എല്ലാവരും പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. ഞാനതുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ നേതാവ് ബാർ ഹോട്ടൽ നടത്തുന്നുണ്ടല്ലോ, BDJSൻ്റെ നേതാവ്, കോട്ടയത്ത് അദ്ദേഹത്തിന് ബാർ ഹോട്ടലുണ്ട്. തുറന്നു കൊടുത്തപ്പോൾ പണം മുടക്കുണ്ടായോ? അടൂർ പ്രകാശിൻ്റെ കാര്യം ഞാൻ കോൺഗ്രസ് നേതാവിനോട് ചോദിക്കാൻ പറഞ്ഞു, ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഒരൊറ്റയാളും ഞങ്ങളുടെ മുന്നിൽ പറയില്ല. നിങ്ങളുടെ നേതാക്കന്മാരെയാണ് വെല്ലുവിളിക്കുന്നത്. NDAയുടെ നേതാക്കന്മാരെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി അബ്രഹാം പറയുന്നത് പോലെ ഒരു സംവിധാനത്തിലൂടെ പണം തരാൻ അവർ നിർബന്ധിക്കപ്പെട്ടെന്ന് വെളിപ്പെടുത്താൻ വെല്ലുവിളിക്കുന്നു. ബഹുമാനപ്പെട്ട നികേഷ് കുമാർ പറഞ്ഞപ്പോൾ ഇത് അനിമോൻ്റെ പുറകെ പോയി ചോദിക്കണമെന്ന്. അനിമോൻ്റെ പുറകെ പോയി പോലീസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരുടെയും കയ്യെ പിടിച്ചിട്ടില്ലല്ലോ, വെളിപ്പെടുത്ത്. മാധ്യമങ്ങളുടെ കയ്യെ പിടിച്ചിട്ടില്ലല്ലോ. ബാർ ഹോട്ടലിലേക്ക് നിങ്ങൾ ചെല്ല്. ഈ സർക്കാരിൻ്റെ കാലത്ത് തെറ്റായി നടന്നിട്ടുണ്ടെന്നവർ പറയട്ടെ. ഞങ്ങൾ ചലഞ്ച് ചെയ്യാണ്. ഞങ്ങളുടെ ആർജവം അതാണ്. ഞങ്ങൾ പറയുന്നത്, സാഹചര്യങ്ങൾ പറയുന്നത്, ബാർ ഹോട്ടൽ ഉടമകളുടെ പക്കൽ നിന്നും സർക്കാരിന് കിട്ടാനുള്ള പണം കിട്ടി, കൂടുതൽ പണം വാങ്ങിയെന്നാണ് ആരോപണം സർക്കാർ. ഇവിടെ ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി സാർ പറഞ്ഞപ്പോൾ കണക്ക് പോലും മനസ്സിലായില്ല. UDFൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ആകെ 22 ലക്ഷത്തിൽ നിന്ന് 23 ലക്ഷമാക്കി ഒരു വർഷത്തെ ബാർ ഹോട്ടൽ ലൈസൻസ് ഫീസ്. ഞങ്ങൾ 35 ലക്ഷം ആക്കി. UDF ഒന്നേ ആക്കിയുള്ളൂ. 5 ലക്ഷം നിങ്ങൾ ആക്കുമെന്ന് പറഞ്ഞ് എഴുതി ഉണ്ടാക്കിയിട്ട് ആ കാശ് കൊണ്ട് വീട്ടിൽ പോയതാണ് ബാർ കോഡ് കേസ്. അത് സണ്ണി സാറിന് മനസ്സിലാകാഞ്ഞിട്ടല്ല. ആളുകൾ തെറ്റിദ്ധരിച്ചെങ്കിൽ കൊള്ളാം എന്ന നിലയ്ക്ക് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, സർക്കാരിന് ആർജവമുണ്ട്. ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ടും സർക്കാർ തലത്തിൽ ചർച്ച ആരംഭിച്ചിട്ടില്ല. 2, ചർച്ച ആരംഭിച്ചാൽ പിറ്റേ ദിവസം റിപ്പോർട്ടുകൾ വരില്ല. റിപ്പോർട്ടുകൾ മുൻകൂട്ടി തന്നെ വിവിധ കാരണങ്ങളാൽ അവിടെ ഡയറക്ടറേറ്റുകളിലും മറ്റു തലങ്ങളിലും വരും. അതൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ബാർ ഹോട്ടൽ ഉടമയോടും പണം പിരിക്കാനോ മറ്റു തരത്തിലോ ആരെയും ചുമതലപ്പെടുത്തുന്ന പ്രശ്നമില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റായി ചെയ്താൽ അതുകൂടി അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നാണ് MP രാജേഷ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് വസ്തുതകൾ മുഴുവൻ പുറത്തു വരട്ടെ. ഞങ്ങൾ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ആരും പിടിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഈ കാടടച്ച് വെടിവെക്കാതെ നിങ്ങൾ വസ്തുതാപരമായി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരൂ. ഏതെങ്കിലും ഒരു ബാർ കോട്ടയെ അപ്പോൾ അനിമോൻ്റെ വിവരം വന്നു. അനിമോൻ പറയുന്ന പച്ചക്കള്ളമാണെന്നുള്ളതിന് തെളിവുകൾ ഞാൻ അങ്ങോട്ട് വേറെ പറയാം. ബഹുമാനപ്പെട്ട KM മാണിയുടെ വീട്ടിൽ 5 കോടി രൂപയുമായി ഇദ്ദേഹം പോയിന്നൊരിക്കൽ ഒരു പ്രസ്താവന ഉണ്ടായി, ഒരു മൊഴിയുണ്ടായി. കൊല്ലത്തുനിന്ന് ഒരാളുടെ പക്കൽ നിന്ന് പണം വാങ്ങി 5 കോടി രൂപ KM മാണിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹത്തെ കാണിച്ചപ്പം മാണി സാർ പറഞ്ഞു, ആ പണം ഞങ്ങൾക്ക് വേണ്ട, തിരിച്ചു കൊടുത്തു വിട്ടു. ഇത് ഇദ്ദേഹത്തിൻ്റെ മൊഴിയാണ്. എന്തിനാണ് മാണി സാറിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം പോകുന്നത്? കാരണം എന്താണ്? അന്ന് അത് നടത്തുന്നത് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. അപ്പോൾ എന്തിനാണ് തൊടുപുഴക്കാരനായ PJ ജോസഫിൻ്റെ അനുയായി ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നതെന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വിലപ്പോകാൻ പോകുന്നില്ല എന്ന് അക്കാര്യത്തിലെ ഒരു വെല്ലുവിളിയാണ് ശ്രീ അനിൽകുമാർ നടത്തിയിരിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ടല്ലോ ഈ ബാർ ഉടമകളായിട്ട്, ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ബാർ ഉടമകൾ എന്നുള്ള നിലയിൽ ഇവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് പണം നൽകേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അല്ല, അനിൽകുമാറിന് അത്ര സാമാന്യ ബോധമില്ലെങ്കിലും എനിക്കുണ്ട്. ഏതെങ്കിലും ബാർ മുതലാളി പറയോ നികേഷേ ഞങ്ങൾ ഈ സർക്കാരിന് പണം കൊടുത്തു എന്ന്? അവർ കേരളത്തിൽ ബാർ നടത്തണം പറയോ? അപ്പൊ ഒരു സാമാന്യ ബോധമില്ലാത്ത വെല്ലുവിളി നടത്തുന്നത് അല്ല. അടൂർ പ്രകാശിനെ വിടുന്നേ ഇത് സാമാന്യ ബോധമില്ലാത്ത വെല്ലുവിളി. കുറെ കാര്യം പറഞ്ഞല്ലോ. KM മാണിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. മാണി സാറിന്റെ വീട്ടിലേക്ക് പോയി, മാണി സാറിന്റെ വീട്ടിലേക്ക് പോയത് എന്തിനാന്നും കൂടി പറയും. മാണി സാറിന്റെ വീട്ടിലേക്ക് പോയി എന്ന് താങ്കൾ പറഞ്ഞില്ലേ? എന്തിനാണ് മാണി സാറിന്റെ വീട്ടിലേക്ക് പോയത്? അന്ന് നിങ്ങൾ കുറെ ആരോപണങ്ങൾ പറഞ്ഞല്ലോ. ഇന്ന് ആ ആരോപണങ്ങൾ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അന്ന് നിങ്ങൾ കോഴമാണ് ഇന്ന് വിളിച്ചില്ലേ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ? അനിമോൻ പറഞ്ഞ കളവാണത്. അനിമോൻ പറഞ്ഞ കളവാണ്. ആ കളവാണ് ഞാൻ ആവർത്തിച്ചത്. അനിമോൻ പറഞ്ഞ കളവാണ്. അനിമോൻ പറഞ്ഞ കളവാണ്. കൊല്ലത്തുനിന്ന് 5 കോടി രൂപയായിട്ട് അനിമോൻ പോയി എന്ന് പറയുന്നത് PJ ജോസഫിന്റെ ആശ്രിത നിലയ്ക്ക് കളവ് പറഞ്ഞതാണെന്നാണ് എന്റെ വാദം. ഇവിടെ ശ്രീ ജിൻഡോ ജോൺ നേരത്തെ ആ കളവിന്റെ വാല് പിടിച്ച് നിങ്ങൾ കേരളത്തിന്റെ നിയമസഭ അടിച്ചു പൊളിച്ചില്ലേ?
എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്? ഷിജിൻ ജോൺ, ഇതിന് എന്ത് മറുപടി. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് നിങ്ങൾ എന്താണ് സാർ വിഷയം? പണം നൽകിയാൽ ബാർ ഉടമകൾ പണം നൽകിയാൽ അത് പരസ്യമായി പറയുമോ അവർ എന്ന താങ്കളുടെ ചോദ്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ അനിൽകുമാർ ചോദിക്കുന്ന ചോദ്യം, അടൂർ പ്രകാശ് ഒരു ബാർ ഉടമയാണല്ലോ, അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണല്ലോ, അദ്ദേഹം പറയണമല്ലോ കേരളത്തിലൊരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ. അല്ല, ഇതില് നികേഷേ, എനിക്ക് ഈ ചർച്ചയിൽ ഇപ്പൊ അനിൽകുമാർ പറയുന്നത് വരെ അടൂർ പ്രകാശിന് ബാറുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അപ്പൊ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കതിനെ കുറിച്ച് വലിയ ധാരണയില്ല, ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ബാർ ഉടമകൾ ആരെങ്കിലും പറയുമെന്നുള്ളത്, ഇനി അടൂർ പ്രകാശിൽ ആരും ആയിക്കോട്ടെ പറയുമെന്നുള്ള താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അടൂർ പ്രകാശ് ഇവിടെ ബിസിനസ് നടത്തണ്ടേ? ഏത് ബിസിനസ് ആയാലും നടത്തണ്ടേ? ഇവിടെ മുഖ്യമന്ത്രി വരുമ്പോ ചായക്കടയിൽ ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ പാടില്ല സർക്കാരാണ്. എന്താ ചായക്കടയിൽ ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ പാടില്ലെന്ന് ആലുവയിലെ ചായക്കച്ചവടക്കാരോട് പറഞ്ഞ സർക്കാരാണ്. ബാർ ഉടമകൾ പണം കൊടുത്തതിനെ കുറിച്ച് പറയാൻ ധൈര്യമുണ്ടെന്ന് ചോദിക്കുന്നത്. നാണമില്ല അനിൽകുമാർ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ശരി, അതാണ് സണ്ണിക്കുട്ടി എബ്രഹാം. നന്ദി സഹകരിച്ചതിന്. Debate with M. V. Nikesh Kumar.